അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, റമളാൻ തിങ്കൾ നമോ സമാഗതമായിട്ട് അൽഹംദുലില്ലാ രണ്ട് തിങ്കൾ പിന്നെ അല്ലാഹു മബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലഗനാ റമളാൻ ചെന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ റമളാൻ തിങ്കൾ നമോ എത്തിയിട്ട് അള്ളാഹു ഞങ്ങൾ എത്ര ശുക്ർ ചെയ്യുന്ന മയ്യാവല്ല. ഒരുപാട് പുണ്യങ്ങ നന്മങ്ങ ധാരാളം ചെയ്യുക അവകാശം എന്നെങ്കെത്തതായ തിങ്ങൾ, എല്ലാ ദോഷത്തെ പൊറുക്കിടങ്കെത്തതായ തിങ്ങൾ, സ്വർഗത്തെ ബായിൽ തുറന്നെങ്കെത്തതായ തിങ്ങൾ, നരകത്തെ ബായിൽ അടച്ചെങ്കെത്തതായ തിങ്ങളായിട്ടിക്കിട് പരിശുദ്ധവും പരിഭാവനുമായ റമളാൻ തിങ്ങൾ. അള്ളാഹു തല നമുക്ക് വേണ്ടതുപോലെ അമൽ ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ രണ്ട് മൂന്ന് വിഷയത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ചില വിഷയങ്ങൾ മാത്രം ചൊന്നിട്ടില്ല. ഒന്നാമതായിട്ട് തറാവി കഴിഞ്ഞപാട് പള്ളികളിൽ തറാവിയുടെ ഖത്തീബ് ഉസ്താദ്മാർ നിയത്ത് നമുക്ക് ചൊന്നിട്ടുണ്ട്. നവൈത്തു സോമഗദീൻ അന്നദായി ഫറൽ റമളാനി ഹാദി സനത്തിൽ ഇല്ലാഹി തആല, അതിന് മലയാളം ചൊന്നിട്ടുണ്ട്. ബട്ട് ഈ ചൊല്ലൽ കൊണ്ട് മാത്രം നീയത്ത് ക്ലിയർ ആവില്ല. നീയത്ത് ചൊല്ലത് മനസ്സ് കൽബ് കൊണ്ട് കരുതണായിട്ടിക്കിട്. അപ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരം ജാവുകായിട്ടിക്കിട് നീയത്ത് വെക്കണായത്. ആ നീയത്ത് ആ ഇമാമ ചൊല്ലുമ്പോൾ ഞങ്ങൾ ചൊല്ലുമ്പോൾ നല്ല മനസ്സിൽ കരുതിയിട്ടായിട്ടിക്കണു ഞങ്ങൾ ചൊല്ലണം. അതില്ലെങ്കിൽ നീയത്ത് സഹിയാവില്ല. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നോം തുറക്കുമ്പോൾ ചൊല്ലണ ദിക്റിനെ ಬಗ್ಗೆ ചില കൺഫ്യൂഷൻസ് ഞാൻ സമാജത്ത് കൊണ്ടു. ചില നോം തുറക്കുമ്പോൾ അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലറ്. അതല്ല ബേന്മായത്. നോം തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടായിട്ടിക്കണു ഈത്തപ്പല തിന്നണായതും അല്ലെങ്കിൽ തന്നി കുടിക്കിടതായെങ്കിൽ ഏറ്റവും നല്ലത് ഈത്തപ്പല കൊണ്ടായിട്ടിക്കിട്. മൂന്ന് കൊണ്ട് അഫ്ളലാണ്, ശ്രേഷ്ഠമാണ് ചൊല്ല കിതാബുകളിൽ കാണാം. അതുകൊണ്ട് നോം മുറിക്കുമൊത്തുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് നോം മുറിച്ചൽ പിന്നെ അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു, അള്ളാഹുവേ ഞാൻ നിങ്ങൾക്ക് വേനായിട്ട് നോം പിടിച്ച നിന്റെ റിസ്ക് കൊണ്ട് ഞാൻ നോം മുറിച്ചായിട്ടുള്ള അർത്ഥമായിട്ടിക്കിട്. അതുകൊണ്ട് നോം മുറിച്ചൽ പിന്നെ ചൊല്ലണ ദിക്റായിട്ടിക്കിട് അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു ചൊല്ലത്. പിന്നെ ബാക്കിൻ്റെ ദിക്റും അതേപോലെ ശേഷം ഈ നോം മുറിച്ചൽ പിന്നെ ചൊല്ലണ ദിക്റും ആയിട്ടിക്കിട്. പിന്നെ ഒരു വിഷയം തറാവി നിസ്കരിക്കുമ്പോൾ ഒത്തുക്ക് ശ്രദ്ധിക്കണായ ഒരു വിഷയം. സാധാരണ എല്ലാ നിസ്കാരത്തും നിങ്ങൾ വജ്ജഹത്ത് ഓതുക. ബട്ട് ഞങ്ങളെ സാധാരണ റായത്തെ നാട്ടാചാര പ്രകാരം ഞങ്ങളവിടെ തറാവിത്തിൽ യഥാർത്ഥമായിട്ട് തറാവി സമാധാനത്തിൽ നിസ്കരിക്കണ നിസ്കാരമെങ്കിലും ഞങ്ങളെ റായത്തിൽ നടക്കെടുത്തായിരുന്നു. അപ്പോൾ എന്നോട് ചെന്നാൽ വേഗത്തിൽ നിസ്കരിക്കും. ആ സമയത്തിൽ വജ്ജഹത്ത് മിസ്സായോണ്ടുണ്ട്. അപ്പോൾ ഒരു വജ്ജഹത്ത് മിസ്സായ ഒരു കറാഹത്ത് അവിടെ ഞങ്ങൾ ആക്കിയപ്പോലെ അവിടും സുന്നത്തായ വജ്ജഹത്ത് വിട്ടും ഒരു കറാഹത്ത് അവിടും. അപ്പോൾ എല്ലാ റക്കായത്തിലും എല്ലാ സമയത്തിലും ഞങ്ങൾ ഒരു 20 റക്കാത്ത് നിസ്കരിക്കുമ്പോൾ 10 കറാഹത്ത് ഞങ്ങൾ ആക്കിയ പോലെ അവിടും. അതുക്ക് പരിഹാരമായിട്ട് വജ്ജഹത്ത് വജ്ജിഹല്ലത് അതേ ദുആ ലിഫ്തിത്ത ആവണ്ടില്ല. ഷോർട്ടായിട്ട് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ചൊല്ലൊരു ദിക്ർ. ആ ദിക്ർ വജ്ജഹത്ത് സമമായിട്ട് സ്വീകരിക്കണം ചൊല്ല കിതാബെല്ലാം കാണാം. അതുകൊണ്ട് ഫാത്തിഹ ഓതിരക്ക് മുതൽ കൈകെട്ടിയ പാട് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ചൊന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതിയെങ്കിൽ ആ വജ്ജഹത്തിലെ ആസ്ര സുന്നത്തിലെ കൂലി കിട്ടുന്നുണ്ട് കിതാബുകളിൽ കാണാം. അപ്പോൾ ആ കറാത്തിൽ നിന്ന് ഒഴിവാകും, സുന്നത്തിലെ കൂലി നമുക്ക് കിട്ടും. ഈ കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ ചില ഫാത്തിഹ ഇമാമ ഫാത്തിഹ വേഗത്തിൽ ഓതും. ചെറിയ ചെറിയ സൂറത്തിന് ഓതുമ്പോൾ ചിലപ്പോൾ ഫാത്തിഹ ഓതും സമയം കിട്ടാണ്ട് വേണ്ട. ആ സമയത്ത് എന്താക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാമ ഫാത്തിഹ പാതി ആകുമ്പോൾ മാലിക് യൗമിദ്ദീൻ അലയ്യാക്കാന്ന് ചൊല്ലുമ്പോൾ ഇങ്ങനെ ഫാത്തിഹ തുടങ്ങണം. മാമുമായ ഫാത്തിഹ തുടങ്ങിയിട്ട് ഇമാം വലല്ലാലിയും ചൊല്ലുമ്പോൾ നിങ്ങൾ ആമീൻ ചൊന്നിട്ട് ബാക്കി അത് തുടരാം. ആ രൂപത്തിൽ നിങ്ങൾ ഫാത്തിഹ ഓതാണ്ട് ഒരിക്കലും നിങ്ങൾ ഇമാമിൻ്റെ പിറകത്തെ ഫാത്തിഹ മുവാഫിക്കായ ഒട്ടിക്ക് കൈ മുസ്ബൂക്കല്ലാത്ത ആൾമാർ കൈകെട്ടിയങ്ങ ഇമാമിൻ്റെ പിറകത്തെ നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹ സൂറത്തായിട്ട് ഫാത്തിഹ പാതി വെച്ചിട്ട് പോയി ആ റക്കാത്ത് നിങ്ങൾ മിസ്സാവുള്ളൂ. അതുകൊണ്ട് ഫാത്തിഹ പൂർത്തിയാക്കിയിട്ടേ മാമൂമിങ്ങ ഓതുന്നു. ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ചില പക്കത്തിൽ ചില ആൾമാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ 4 റക്കാത്ത് ദിക്ർ സലാത്തല്ല നിങ്ങൾ ചൊല്ലാം. അപ്പോൾ ഓരോ 2 റക്കാത്തിന് ഇടയിലെ ഈ 4 റക്കാത്തിന് 2 റക്കാത്ത് മുത്ത് അവർക്കൊരു ഇരുത്താണ്ട് ഇഫ്തിറാശരി ദയിപ്പിറാറ്. അതല്ല ബേന്മായത്. ഓരോ 2 റക്കാത്തിലും സലാം വീട്ടതായ അത്തയ്യാത്ത് ലാസ്റ്റ് അത്തയ്യാത്തായിട്ട് ആ അത്തയ്യാത്തിൽ തവറുക്കടി ഇരുത്തുകയെങ്കിൽ നിങ്ങൾ ചന്തി നിലത്ത് തെച്ചിട്ട് വലത്തെ കാൽ നീട്ടിയിട്ട് കുത്തി നിസ്കരിക്കടതായിട്ട് ദയിപ്പായിട്ടിക്കിട് തവറുക്ക്.
അല്ലാണ്ട് നമ്മൾ സാധാരണ ലോറ് നിസ്കാരത്തിന് ഫസ്റ്റ് രണ്ടരക്കാലത്ത് നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ ദയിക്കരുത് ഇഫ്തിറാശിലിരുത്ത്, അതായത് കാലിലെ മേൽ തെച്ചിട്ട് ദയിക്കരുത്, അതല്ല. ചില സാധാരണ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് രണ്ടരക്കാലത്തിൽ ഇഫ്തിറാസും പിന്നെ തവറുക്ക്, അതല്ല. കറക്റ്റ് എല്ലാ സലാം വീട്ട രണ്ടരക്കാലത്തിലും തവറുക്കുടെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതേപോലെ ചിലങ്ങോ സലാം വീട്ടിയപാട് എഞ്ചിട്ട് ഓടരുതായ ഒരു സമ്പ്രദായം. യഥാർത്ഥമായിട്ട് സലാം വീട്ടിട്ട് നിസ്കരിച്ച പക്കത്തിൽ സലാം വീട്ടിയിട്ട് എനിക്ക് ഓടുന്ന വിഷയത്തിൽ നമ്മൾ ഗമനിച്ചനായ ശ്രദ്ധിക്കണായ ഒരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വഹീൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വ്യക്തമായി ചൊല്ലും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ വിഷയമൊക്കെ കുറഞ്ഞ ബുഖാരി ഇമാമിൻ്റെ 445 ഹദീസും മുസ്ലിം ഇമാം 641 ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇങ്ങനെ കണ്ട് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു അൽ മലായികതു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സ്വല്ലാ ഫീഹി. ഹദീസ് കേട്ടല്ലേ നിങ്ങൾ? അല്ലാഹുവിൻ്റെ മലക്കുങ്ങ റഹ്മത്തിൻ്റെ മലക്കുങ്ങ അങ്ങ് സ്വലാത്ത് ചെന്നോണ്ടേ കിടറ്, റഹ്മത്തിന് തേടിയോണ്ടേ കിടറ്. നിങ്ങളിൽ ആരെങ്കിലും നിസ്കാരത്തെ ആ നിസ്കരിച്ച പ്ലേസിലേ എനിക്കിടെ കാലത്തോളം. അപ്പം നിസ്കരിച്ച പാട് ആ നിസ്കരിച്ച അതേ പ്ലേസ് ദയിച്ചുകൊണ്ട് കണ്ടെങ്കിൽ അവണുകു അള്ളാഹുടെ റഹ്മത്തിന് മലക്കുങ്ങ റഹ്മത്തിന് തേടറ് സ്വലാത്ത് ചൊല്ലുണ്ടായിട്ടിക്കിടെ ഹദീസിൽ ബുഖാരി ഇമാമും സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ടിക്കിടെ മാലം യുഹദീസ് അവണോ അവിടെ ദിക്റിലായിട്ട് അല്ലെങ്കിൽ ഫിക്കറിലായിട്ട് അള്ളാഹുടെ ചിന്തയോടുകൂടി മുണ്ടാണ്ടിച്ചെങ്കിൽ പോലും ആ പ്രതിഫലം അവിടെ കിട്ടും. ബാക്കി ഗീബത്ത് ചൊല്ലാണ്ട് മുണ്ടാണ്ടിച്ചെങ്കിലും അവണും അതിൽ പ്രതിഫലം കിട്ടുക. അപ്പോൾ നിസ്കാര കഞ്ഞൽ പിന്നെ എഞ്ചിട്ട് ഓടുമെന്ന് ചൊല്ലിയ വിഷയം എവിടെയും ഇല്ല. നിസ്കാര കഞ്ഞ പാട് അവിടെ തെച്ചിട്ട് അതിന് ശേഷമുള്ള അള്ളാഹു മന്തസലാമിൻ കസാം ചൊല്ലിയ ദുആയും അതുപോലെ തന്നെ ചേർന്ന് ദിക്റും ആയത്തുൽ കുർസിയും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ആ ദിക്റുകൾ ചൊന്നിട്ടു അത് കഴിഞ്ഞിട്ട് ദുആറിനിട്ട് പോകുന്ന ടിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഒരു ഹദീസിൽ കാണാം. ദുആക്ക് ഇജാബത്ത് കിട്ടിയ സമയത്ത് ചൊല്ല കാണാം എല്ലാ മക്തൂബായ ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദുആത്തിന് ഇജാബത്ത് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ. അപ്പം ഒരു ഇമാം അവിടെ വെച്ചിട്ട് എല്ലാവർക്കും വേനായിട്ട് ദുആർക്ക് മൊത്തം മാമൂമികളായ ആൾമാർ ആമീൻ ചൊന്നിട്ട് പോയി അവിടെ ദ്വാരപ്പെടുന്നതും നമുക്ക് എല്ലാവർക്കും വേണ്ടായിട്ട് നമുക്ക് പുറത്തു തരണോ, നിങ്ങളെ ദോഷം മാഫാക്കണോ, നിങ്ങളുടെ കഷ്ടങ്ങളെ തീർക്കണോ, നിങ്ങളെ പരലോകം വിജയിപ്പിക്കണോ, നിങ്ങളെ കടങ്ങളെ സലാമത്താക്കണോ, നിങ്ങളെ ബാപ്പമോ ഭാര്യ മക്കളോ എല്ലാ ഹൈറായ ബാധ്യത തുറന്ന് ഈ രൂപത്തിൽ നിന്ന് ദുആയിട്ടിക്കിട് ഇമാം ദ്വാരക്കിട്. അപ്പോൾ ആ ദ്വാരക്ക് മൊത്തം ഞങ്ങൾ മാമൂമിങ്ങ ആമീൻ ചൊന്നിങ് അള്ളാഹുവിനെ കബൂലാക്കി ചൊന്നൊക്കെ എല്ലാവർക്കും അതിൽ കൂലി കിട്ടുക പ്രതിഫലം കിട്ടുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരന്നിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആമീൻ ചൊന്നു. അവിടെ ഖുർആൻ ചൊന്നെ ഉജീബു ദഅവത്തുക്കുമാ നിങ്ങൾ ജണ്ടാല ദുആ ഞങ്ങൾ ഉത്തര ചെയ്തായിട്ടിക്കിട്. അപ്പോൾ ആമീൻ ചൊല്ലിയതും ദുആയിട്ടിക്കിട്. ഒരിക്കലും വെച്ചിട്ട് നിസ്കാര കഴിഞ്ഞ പാടി എഞ്ചു പോകണം ചൊല്ലി അതൊക്കെ പ്രോത്സാഹിക്കുന്ന ഒരു ഹദീസും നമുക്ക് കാണാൻ സാധ്യമില്ല. ഈ സ്പഷ്ടമായിട്ട് ഈ ഹദീസിൽ കാണാം നിങ്ങൾ നിസ്കരിച്ച അതേ പ്ലേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മലക്കുകളെ റഹ്മത്ത് ആ മലക്കുകളെ സ്വലാത്ത് അത് കിട്ടുക ചൊല്ലിയത് സ്വഹീഹ് മുസ്ലിമും സ്വഹീഹ് ബുഖാരി കൊടുത്ത ഹദീസിൽ പ്രകാരം. അതുകൊണ്ടും തറാവിയാവട്ടെ ബാക്കി നിസ്കാരമാവട്ടെ നിസ്കരിച്ചിട്ട് ആ ദിക്കിലെ ചൊന്നിട്ട് ദ്വാരന്നിട്ട് ഇൻഷാല്ല അവിടെ നസീറ്റ് അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല പിരിഞ്ഞു പോകണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ, നന്മങ്ങ വാരിക്കൊട്ടുക, നല്ലത് എവിടെ കിട്ടുമെങ്കിൽ അത് പെരക്കെടുക്കുക. അള്ളാഹു നമുക്ക് സന്മനസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.